വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ പദ്ധതി ഉദ്ഘാടനം ഒക്കെ നടന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി വെറും ഒരു കല്ലിടുക മാത്രമാണ് ചെയ്തതെന്നതിനുള്ള മറുപടിയായി കോൺഗ്രസ് കൃത്യമായ മറുപടിയൊക്കെ നൽകുന്ന സാഹചര്യമുണ്ടായി. വി.ഡി. സതീശനെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചിരുന്നില്ല. അതിൻ്റെയൊക്കെ അതൃപ്തി ഇങ്ങനെ കോൺഗ്രസിൽ പുകയുന്നതിനിടെയാണ് ഇപ്പോൾ കെ.വി. തോമസ് ഉമ്മൻചാണ്ടി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി എന്നൊരു വാക്ക് പോലും മിണ്ടാതെ മുഖ്യമന്ത്രിയും പ്രചരണം പൊടിപൊടിക്കവേ എല്ലാം പൊളിച്ചുകൊണ്ടാണ് കെ.വി. തോമസിൻ്റെ കുറിപ്പ്. ഇടഞ്ഞു നിന്ന അദാനിയെ 15 മിനിറ്റ് കൊണ്ട് ഉമ്മൻചാണ്ടി വഴിക്കാക്കിയെന്നാണ് കുറിപ്പ്. കടുത്ത അമർഷവും അതൃപ്തിയും അറിയിച്ചുകൊണ്ടാണ് പിണറായി ഇതിന് പ്രതികരിച്ചിരിക്കുന്നത്. കെ.വി. തോമസിൻ്റെ ഡൽഹി കസേര ചിലപ്പോൾ തെറിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ യാത്രാപ്പടിയൊക്കെ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതാണ്. കോൺഗ്രസിൽ എല്ലാ സ്ഥാനമാനങ്ങളും നേടി കേന്ദ്രമന്ത്രി, MP, MLA, മന്ത്രി, സംസ്ഥാന മന്ത്രി എല്ലാ പദവികളും നേടിയിട്ട് ഒരു തവണ അങ്ങോട്ട് സീറ്റ് നിഷേധിച്ചപ്പോൾ ഇടതുപാളയത്തിലേക്ക് പോയ ആളാണ് കെ.വി. തോമസ്. ഇപ്പോൾ അവിടെയും അതൃപ്തിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ BJP-യിലേക്കായിരിക്കും അടുത്ത് പോകാനുള്ള ഉദ്ദേശം. കാരണം ഇനി അവിടെ നിന്ന് കിട്ടാവുന്ന സ്ഥാനമാനങ്ങളാണ് കെ.വി. തോമസ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ച് കെ.വി. തോമസിൻ്റെ കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. ഇടഞ്ഞു നിന്ന അദാനിയുമായി ഉമ്മൻചാണ്ടി 15 മിനിറ്റ് സംസാരിച്ചപ്പോഴാണ് ഇത് ഓക്കെ ആയി എന്നുള്ള സംഭവം വരുന്നത്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നിടെ കെ.വി. തോമസ് ഈ കുറിപ്പിട്ടത് ഇടതുവൃത്തങ്ങളെല്ലാം ചൊടിപ്പിച്ചിരിക്കുകയാണ്, അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി അടക്കം സർക്കാരിലെ പ്രമുഖർ പ്രത്യേകം ശ്രദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും ഇതെടുത്തിട്ടതോടെ മുഖ്യമന്ത്രി കെ.വി. തോമസിനെ അതൃപ്തിയും അമർഷവും അറിയിച്ചതായാണ് സൂചന. ഏതായാലും ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പാടെ പൊളിക്കുന്ന തരത്തിലായിരുന്നു കെ.വി. തോമസിൻ്റെ FB-യിൽ വന്ന കുറിപ്പ്. ഇത് വന്ന ഉടൻ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വലിയ തുക ഓണറേറിയവും 11.3 ലക്ഷം രൂപ യാത്രാപ്പടിയും പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റൻ്റ്, ഓഫീസ് അറ്റൻഡർ, വാഹനം എല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദികേടാണ് എന്നും പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് സൂചന. തുടർന്നാണ് മുഖ്യമന്ത്രി കെ.വി. തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ.വി. തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ല എന്ന് CPM ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അത് തൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാകും എന്നും തൻ്റെ ഷേർലിയുടെ ആത്മാവും കണ്ണമാലി പള്ളിയിലെ ഔസേപ്പ് പിതാവും തന്നോട് പൊറുക്കില്ലെന്നും കെ.വി. തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായാണ് സൂചന. ഏതായാലും ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് കെ.വി. തോമസിനെ നീക്കുമെന്നും ശ്രുതിയുണ്ട്. ഇപ്പോൾ കിട്ടിയ സ്ഥാനമാനങ്ങളും യാത്രാപ്പടിയും എല്ലാം ഇനി കെ.വി. തോമസിന് നഷ്ടമാകും. അദ്ദേഹത്തിന് പേടിക്കേണ്ടതില്ല. BJP-യിലൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാം. അദ്ദേഹം എന്തെങ്കിലും കണ്ണുവെച്ചിട്ടുണ്ടാവും. കാരണം ഇത്രയധികം സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് കൊടുത്തിട്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയ ആളായതുകൊണ്ട് ഇനി CPM-നോടൊന്നും വിധേയത്വം പുലർത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇനി BJP എന്തായാലും ഇനി കൈനീട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കെ.വി. തോമസ് വ്യക്തിപരമായി അങ്ങനെ കരുതുന്നില്ല. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ മുറുകി നിൽക്കുമ്പോൾ തോമസിനെ നീക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കെ.വി. തോമസിനെ മാറ്റാൻ ചിലപ്പോൾ മുഖ്യമന്ത്രി ശ്രമിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കെ.വി. തോമസിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്. 2015 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറഞ്ഞത്. പോർട്ടിൻ്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിൻ്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയെ തനിക്ക് നല്ല പരിചയമുണ്ട്, അദ്ദേഹത്തെ വിളിക്കാം. പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് എതിർപ്പുണ്ട്. ഇതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്നായിരുന്നു തൻ്റെ മറുപടി. ഗൗതം അദാനിയെ വിളിച്ച് തുറമുഖത്തെക്കുറിച്ച് താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം. മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനെയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിൽ 2000 ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്താ കാര്യമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആദ്യം ഉമ്മൻചാണ്ടിയെ കാണൂ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്ന് താനും പറഞ്ഞു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തുറമുഖ മന്ത്രി K. ബാബുവും ഉൾപ്പെട്ട സംഘം ഡൽഹിയിലെ തൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയത്. അവിടെ വെച്ച് അദാനിയും
ഉമ്മൻചാണ്ടിയും 15 മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു. അതിനുശേഷം ഗൗതം അദാനി പറഞ്ഞു, പ്രൊഫസർ ഐ വിൽ കം ടു കേരള. പിന്നീട് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ, BJPയുടെ സംസ്ഥാന നേതാക്കൾ എന്നിവരെ അദാനി തിരുവനന്തപുരത്ത് പോയി കണ്ടു എന്നാണ് പറയുന്നത്. പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണെന്നും തോമസിന്റെ കുറിപ്പിൽ പറയുന്നു. ശ്രദ്ധേയമായ കാര്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചെലവുകൾക്കായി ഒരു തുക സംഭാവന നൽകാമെന്ന് അദാനി പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുവെന്നും കുറിപ്പിലുണ്ട് എന്നതാണ്. കുറിപ്പിന്റെ അവസാനം 2 വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പദ്ധതി പൂർത്തീകരിച്ചതിന് ക്രെഡിറ്റ് നൽകുന്ന വാക്കുകളുള്ളത്. ഇതേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മെയ് 1 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PS ശ്രീകുമാർ ഇട്ട ഒരു FB പോസ്റ്റ് KV തോമസ് ഷെയർ ചെയ്യുകയും ചെയ്തു. 5 തവണ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും 2 തവണ നിയമസഭാ അംഗവും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന തേവര കോളേജിലെ പഴയ കെമിസ്ട്രി പ്രൊഫസർ പാർലമെന്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് CPMുമായി അടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് 2022 മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. KV തോമസ് അദാനി ബന്ധം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി ആ ബന്ധം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് തൻ്റെ മാത്രം പ്രയത്നം കൊണ്ടാണെന്നും ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും അതിൽ ഒരു പങ്കുമില്ലെന്നും ജനങ്ങളെ ധരിപ്പിക്കാൻ പാർട്ടിയെയും PR സംവിധാനങ്ങളെ ഉപയോഗിച്ച് കോടികൾ മുടക്കി പ്രചാരണം നടത്തി വരവേ KV തോമസ് വെടി പൊട്ടിച്ചതിൽ മുഖ്യമന്ത്രിക്കുള്ള അമർഷം ചെറുതല്ല. മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചതിൻ്റെ പ്രയാസവും നിരാശയും പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ KV തോമസിന്റെ മുഖത്തും വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും KV തോമസ് എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CPMന്റെ ഇപ്പോഴത്തെ അദ്ദേഹത്തോടുള്ള നടപടിയിലൊക്കെ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തെ കോൺഗ്രസ് എല്ലാ വിധത്തിലും സഹായിച്ചിരുന്നു. കോൺഗ്രസ് കേന്ദ്രമന്ത്രിയാക്കി, അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിയാക്കി, നിരവധി തവണ MP ആക്കി, നിരവധി തവണ MLA ആക്കി. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം കോൺഗ്രസിന് ഒരു അവസരത്തിൽ ഇട്ടെറിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ അവസരത്തിൽ CPM ആണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്. CPM ഏറ്റെടുത്ത് ഇപ്പോൾ CPM ഒരുപാട് തവണ യാത്രാപ്പടി വർദ്ധിപ്പിച്ചതിലൊക്കെ വലിയ അതൃപ്തി, ആശാവർക്കർമാർ സമരം നടക്കുമ്പോഴും KV തോമസിൻ്റെ യാത്രാപ്പടി വർദ്ധിപ്പിച്ചതിലൊക്കെ വലിയ അതൃപ്തി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം KV തോമസ് CPMനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ കൊണ്ടുവരുന്നത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ KV തോമസിൻ്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഏത് തരത്തിലാകും അത് ബാധിക്കുക എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വളരെ ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കൂ. ഏതായാലും KV തോമസിനോടുള്ള അതൃപ്തി എന്തായാലും ഇവർക്ക് പോകില്ലെന്നുള്ള കാര്യം തീർച്ചയാണ്.